സോ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ സംബന്ധിച്ചാണ്. അഡ്രിനൽ ഗ്ലാൻഡ്. സോ ഹോപ്പ് യു നോ അഡ്രിനൽ ഗ്ലാൻഡ് സുപ്രാറിനൽ ഗ്ലാൻഡ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും സുപ്രാറിനൽ? കിഡ്നീന്റെ തൊട്ട മേലെ എന്നറിയപ്പെടുന്നത്. കിഡ്നിക്ക് നമുക്കൊരു തൊപ്പി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെയുള്ള ഒരു ഗ്ലാൻഡാണ് നമ്മുടെ സുപ്രാറിനൽ ഗ്ലാൻഡ്. സോ ഈ സുപ്രാറിനൽ ഗ്ലാൻഡിന്റെ ഔട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ലെയറിനെ നമ്മൾ അഡ്രിനൽ കോർട്ടെക്സ് എന്ന് വിളിക്കും. ഇന്നർ ലെയറിനെ നമ്മൾ അഡ്രിനൽ മെഡുല എന്ന് വിളിക്കും. NCERT കറക്റ്റ് ഫിഗർ ആണ്. ഓക്കെ, സോ ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്, ഇന്നർ മെഡുലയും ഉണ്ട് നമുക്ക് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്. സോ അഡ്രിനൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ടോപ്പിക്. അഡ്രിനൽ ഗ്ലാൻഡ് ഹാസ് ഗോട്ട് ആൻ ഔട്ടർ കോർട്ടെക്സ്, ഔട്ടർ ഒരു കോർട്ടെക്സ് ലെയർ ഉണ്ട്, പിന്നെ ഇന്നർ ഒരു മെഡുല ഉണ്ട്. സോ കോർട്ടെക്സ് ഉണ്ട്, മെഡുലയും ഉണ്ട്. മെഡുല എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ ആണ്, ഇന്നർ മെഡുലയാണ്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡിലെ നമുക്ക് ഈ അഡ്രിനൽ മെഡുലറി ഹോർമോൺസുകളെ സംബന്ധിച്ച് പറയാം. ഓക്കെ, അഡ്രിനൽ മെഡുലറി ഹോർമോൺസ്. സോ അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇന്നർ ലെയർ ആയിട്ടുള്ള അഡ്രിനൽ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. സോ അഡ്രിനൽ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ഹോർമോൺസ് ആണ്. അതിന് നമ്മൾ രണ്ട് പേരുണ്ട്, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അല്ലെങ്കിൽ ഇതിന്റെ വേറെ പേര് എപ്പിനെഫ്രിൻ. അഡ്രിനാലിന്റെ വേറെ പേര് എപ്പിനെഫ്രിൻ എന്നാണ്, എപ്പിനെഫ്രിൻ. ആൻഡ് ഓർ നോർ അഡ്രിനാലിൻ is also called norepinephrine. norepinephrine. ഓക്കെ, കളക്റ്റീവ്ലി ഇത് രണ്ടിനെയും വിളിക്കാറ് നമ്മൾ കാറ്റക്കോളമിൻസ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? കാറ്റക്കോളമിൻസ്. കാറ്റക്കോളമിൻസ്. ക്ലിയർ? കാറ്റക്കോളമിൻസ് എന്നാണ് ഇതിന് കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേര്. ഓക്കെ, ഫൈൻ. ഈ ഹോർമോൺസുകളെ സംബന്ധിച്ച് നമ്മൾ പറയും എമർജൻസി ഹോർമോൺസ്. എമർജൻസി ഹോർമോൺസ് എന്ന് പറയാറുണ്ട്, എമർജൻസി ഹോർമോൺസ്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ഓർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഓക്കെ, എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മുന്നിലൊരു സിംഹം വന്നു എന്ന് വിചാരിക്കുക. ഈ സിംഹം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ സിംഹത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിലെ ഓടി രക്ഷപ്പെടാം. രണ്ടായാലും നമ്മളൊക്കെ പെട്ടെന്ന് ഒരു ആക്ഷൻ നമ്മൾ എടുക്കുന്നത് ഈ ഒരു എമർജൻസി ഹോർമോൺസുകളായിട്ടുള്ള അഡ്രിനാലിൻ ഓർ അഡ്രിനാലിൻ. അത് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നർ മെഡുല, ദാറ്റ് ഈസ് ഇന്നർ പാർട്ട് ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് അഡ്രിനൽ മെഡുലയാണ്. ഓക്കെ, സോ ഇതിന്റെ ആക്ഷന്റെ ഫലമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യം. സോ കാറ്റക്കോളമിൻസ്, ആക്ഷൻസ് ഓഫ് കാറ്റക്കോളമിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആക്ഷൻസ് ഓഫ് കാറ്റക്കോളമിൻസ് നമുക്ക് ആലോചിച്ചാൽ മതി അല്ലേ. നമുക്ക് ഒരു നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ഒന്ന് നമ്മുടെ അലേർട്ട്നെസ് കൂടും. സോ ദർ വിൽ ബി ആൻ ഇൻക്രീസ്ഡ് അലേർട്ട്നെസ്. നമ്മൾ ഒന്നുകൂടെ ജാഗരൂകരാകും, വിഗറസ്, നമ്മൾ ഒന്നുകൂടെ വിജിലന്റ് ആവും അല്ലെ. പിന്നെ നമുക്ക് ഒരു പ്യൂപ്പിലറി ഡയലേഷൻ ആണ് സംഭവിക്കുക. നമ്മൾ സാധാരണ നമ്മളെ കണ്ണിനകത്തുള്ള നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഒരു 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 മിഡ് ഡയലേറ്റഡ് ആണ് എന്ന് പറയും. പക്ഷേ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് നല്ലോണം നമുക്ക് നല്ല ഹെവി ഡയലേഷൻ ആയിരിക്കും സംഭവിക്കുക. ഇത്രയും ഏരിയയിൽ നമുക്ക് പ്യൂപ്പിൾ കാണാൻ പറ്റും. ഓക്കെ, ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഇങ്ങനെ ചെറുതാവുക ചെയ്യാം. ഓക്കെ, സോ പ്യൂപ്പിലറി ഡയലേഷൻ ആണ് സംഭവിക്കുക. പ്യൂപ്പിലറി ഡയലേഷൻ. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്ഷൻ ഓഫ് കാറ്റക്കോളമിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ളത് പിക്ക് ചെയ്യണം. സോ പ്യൂപ്പിലറി ഡയലേഷൻ. നെക്സ്റ്റ് NCERT കൊടുത്തത് പൈലോ ഇറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പൈലോ ഇറക്ഷൻ. പൈലോ ഇറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹെയേഴ്സ് ഒന്ന് റേസ് ചെയ്യും അല്ലെ. നമുക്ക് രോമാഞ്ചം എന്നൊക്കെ പറയുന്നത് അല്ലെ. ഹെയേഴ്സ് എന്ത് ചെയ്യും? ഹെയേഴ്സ് റേസിംഗ് ഓഫ് ഹെയേഴ്സ് ആണ് നമ്മൾ എന്ത് നമ്മുടെ പൈലോ ഇറക്ഷൻ. ഓക്കെ, റേസിംഗ് ഓഫ് ഹെയേഴ്സ് ആണ്. പിന്നെ നമുക്ക് സ്വെറ്റിംഗ് ഉണ്ടാവും, നമുക്ക് നമുക്ക് വിയർപ്പ് വരും. പിന്നെ അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, പിന്നെ ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ. ഹാർട്ടിന്റെ സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ കൂടുന്നു, ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ. പിന്നെ നമ്മൾ റെസ്പിയർ ചെയ്യുന്ന റേറ്റ് കൂടും അല്ലെ. ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ പറയാം, ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ. പിന്നെ നമുക്ക് ഒരുപാട് എനർജി വേണ്ട സിറ്റുവേഷൻ ആണല്ലേ, അതുകൊണ്ടായിരിക്കും നമ്മൾ ഒരുപാട് ഓക്സിജൻ എടുക്കുന്നത്. ഉള്ളിലേക്ക് ഓക്സിജൻ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഓക്സിജൻ നമുക്ക് അവൈലബിൾ ആകും. അത്രയും ഓക്സിജനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോർഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാം. സോ അതിൽ എന്തൊക്കെയാണ് അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ ഗ്ലൂക്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയും നമ്മുടെ സ്റ്റോർഡ് ആയിട്ടുള്ള
ഗ്ലൈക്കോജനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയും. സോ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആണ് ഗ്ലൈക്കോജനോലൈസിസ്. ഈ ഗ്ലൈക്കോജൻ ലൈസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഗ്ലൂക്കോസിനെ അവൈലബിൾ ആക്കാം. സോ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്, അങ്ങനെ ഗ്ലൂക്കോസ് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവും, അതിൽ നമുക്ക് എനർജി എടുക്കാം അല്ലെ, ഗ്ലൈക്കോജനോലൈസിസ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോർഡ് ആയിട്ടുള്ള നമ്മുടെ ലിപ്പിഡ്സ് അല്ലെ, ലിപ്പിഡ്സ് ഓർ പ്രോട്ടീൻസ്, ഇതിനെയും നമുക്ക് ലൈസ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ഓർ പ്രോട്ടീൻ. എന്താണ് ഇതിനൊക്കെ അഡ്വാൻറ്റേജ്? ഗ്ലൈക്കോജനോലൈസിസ്, ഗ്ലൂക്കോസ് അവൈലബിൾ ആയി. ലിപ്പോലൈസിസ്, ലിപ്പിഡ്സ് ലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് നമ്മുടെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ അവൈലബിൾ ആയി. പിന്നെ പ്രോട്ടീൻ ബേക്ക് ചെയ്തിട്ട് ഒരുപാട് അമിനോ ആസിഡ്സ് അവൈലബിൾ ആയി. ഇതെല്ലാം നമുക്ക് എനർജി ഈൽഡ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു അഡ്രിനാലിൻ ഓർ നോർ അഡ്രിനാലിന്റെ ആക്ഷന്റെ ഫലമായിട്ട് നടക്കുന്നതാണ്. സോ ഇതെല്ലാം നമുക്കൊന്ന് നോക്കി വെക്കണം. ഇതിന്ന് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ഓപ്ഷനിൽ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്ഷൻ ഓഫ് കാറ്റക്കോളമീൻസ് എന്നൊക്കെ ചോദിക്കാം. വാട്ട് എവർ ഈ കാറ്റക്കോളമീൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇനി കാറ്റക്കോളമീൻസ് ഒരു അമിനോ ആസിഡ്സ് ആണ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട്. അമീൻസ് എന്നതിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട് കണ്ടോ. സോ അമിനോ ആസിഡ് ആണ് ഇതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ക്വാളിറ്റി ഓഫ് ഓരോ ഹോർമോൺസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച കെമിക്കൽസുകളൊക്കെ അല്ലെങ്കിൽ ഹോർമോൺസുകളൊക്കെ മെജോറിറ്റി പ്രോട്ടീൻസുകളാണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സിന്റെ ഒരു കൂട്ടം അല്ലേ. പക്ഷേ ഈ കാറ്റക്കോളമീൻസ് ഈ സാധനം ആക്ച്വലി അമിനോ ആസിഡ് ആണ് എന്ന് നമ്മൾ സാധാരണ പറയും. നമ്മളിത് ലാസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷനിൽ നമ്മളിത് സമ്മറൈസ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ആക്ഷൻ ഓഫ് നമ്മുടെ കാറ്റക്കോളമീൻസ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. സോ അഡ്രിനൽ മെഡുല ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹോർമോൺസ് ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് പഠിക്കണം. ഹോർമോൺസ് ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. സോ അഡ്രിനൽ കോർട്ടെക്സ് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറമേയുള്ള ലെയർ ആണ് അല്ലെ, പുറമേയുള്ള ലെയർ ആണ് അഡ്രിനൽ കോർട്ടെക്സ്. സോ ഇതിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഈ പുറമേയുള്ള ലെയർ നമുക്ക് വീണ്ടും നമ്മൾ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഏറ്റവും പുറമേയുള്ള ലെയറിന് നമ്മൾ ജി എന്ന് കോഡിട്ട് പഠിക്കാം. തൊട്ട് താഴെ നമുക്ക് എഫ് പഠിക്കാം. ഏറ്റവും അകത്ത് നമുക്കൊരു 6 എന്ന് വെച്ച് പഠിക്കാം. ഓക്കെ, എന്താണ് ഈ GFR? നോട്ട് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, ദാറ്റ് ഈസ് സോണ ഗ്ലോമറുലോസ. ഇതാണ് നമ്മുടെ ഔട്ടർ ലെയർ. സോ സോണ ഗ്ലോമറുലോസ ആയി. ദെൻ നമുക്ക് സോണ ഫാസിക്കുലേറ്റ, ഇതാണ് മിഡിൽ ലെയർ. ആൻഡ് ദെൻ കംസ് സോണ റെട്ടിക്കുലാരിസ്. ഓക്കെ, സോ ഇത് നമുക്ക് 3 ലെയർ ഉണ്ടെന്ന് മനസ്സിലായി. സോണ ഗ്ലോമറുലോസ, സോണ ഫാസിക്കുലേറ്റ ആൻഡ് സോണ റെട്ടിക്കുലാരിസ്. ഓക്കെ, സോ ഇതിൽ ഔട്ടർ ലെയർ ഏതാണെന്നാ പറഞ്ഞത്? നമ്മുടെ സോണ ഗ്ലോമറുലോസ അല്ലേ. സോ ദിസ് ഈസ് ദ ഔട്ടർ ലെയർ ആൻഡ് ദിസ് ഈസ് ദ മിഡിൽ ലെയർ ആൻഡ് ദിസ് ഈസ് ദ ഇന്നർ ലെയർ. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറക്റ്റ്ലി NCERT പറഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. This actually produces a group of hormones which is called what you know? It is not glucocorticoids, it is mineralocorticoids. Okay, so mineralocorticoids ആണ്. ആൻഡ് നമ്മുടെ സോണ ഫാസിക്കുലേറ്റ produces നമ്മുടെ ഏതാ glucocorticoids. And zona reticularis ഇനി ബാക്കിയുള്ളത് എന്താണെന്നറിയോ? produces androgens ഓർ നമ്മുടെ സെക്സ് സ്റ്റിറോയിഡ്സുകളാണ്. സോ ആൻഡ്രജൻസ് ഓർ നമ്മുടെ സെക്സ് സ്റ്റിറോയിഡ്സ്. ഓക്കെ, സോ സോണ ഗ്ലോമറുലോസ പ്രൊഡ്യൂസസ് മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. സോണ ഫാസിക്കുലേറ്റ പ്രൊഡ്യൂസസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. ആൻഡ് സോണ റെട്ടിക്കുലാരിസ് പ്രൊഡ്യൂസസ് ആൻഡ്രോജൻസ് ആണ്. ഓക്കെ, ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് നമുക്ക് മെയിൻലി ഉള്ളത് നമ്മുടെ കോർട്ടിസോൾ ആണ് കേട്ടോ. മെയിൻലി നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് പഠിക്കാനുള്ളത് കോർട്ടിസോൾ ആണ്. മിനറലോകോർട്ടിക്കോയിഡ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് നമ്മുടെ ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, ആൽഡോസ്റ്റിറോൺ നമ്മൾ റാസ് മെക്കാനിസം എക്സ്ക്രീഷൻ നിങ്ങൾ പഠിച്ചതാണ്. സോ ഇതിൽ ഓരോന്നിന്റെയും ആദ്യം നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ ആക്ഷൻസ് നോക്കാം. Then we can look into the mineralocorticoids and finally androgens. Okay, so first we are focusing into what you know. First we are focusing into the glucocorticoids. So glucocorticoids in a major example നമ്മൾ പറഞ്ഞു glucocorticoids. ഇതിൽ മെയിൻലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ മെയിൻലി നമുക്ക് NCERT പറഞ്ഞ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ്. ഈ കോർട്ടിസോൾ മാത്രമല്ല, കോർട്ടിക്കോസ്റ്റിറോൺ എന്നൊക്കെ പറഞ്ഞ വേറെയും ഹോർമോണുകൾ ഉണ്ട് കേട്ടോ. കോർട്ടിസോൾ ആണ് NCERT കറക്റ്റ്ലി പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പേരിലുണ്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോ എന്ന് പറയുമ്പോൾ യെസ് എന്തായിരിക്കും? നമ്മുടെ പുതിയ ഗ്ലൂക്കോസുകളെ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധമുണ്ടാവും. സോ ഒബ്വിയസ്ലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സ്റ്റിമുലേറ്റ് നമ്മുടെ ഗ്ലൂക്കോനിയോജനിസിസ്. സോ
increases the gluconeogenesis. പുതിയ ഗ്ലൂക്കോസുകളെ നിർമ്മിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോനിയോജനിസിസ്. സോ ഗ്ലൂക്കോനിയോജനിസിസ് എന്ന് മാത്രം, ഗ്ലൂക്കോനിയോജനിസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്ലൂക്കോസ് അവൈലബിൾ ആയി, സോ ഒരുപാട് എനർജി കൂടി. മാത്രമല്ല എനർജി കൂടാനുള്ള വേറെ മെത്തേഡ് എന്താ, നമുക്ക് സ്റ്റോർഡ് ആയിട്ടുള്ള ലിപ്പിഡ്സിനെയും പ്രോട്ടീൻസിനെയും ലൈസ് ചെയ്താൽ പോരെ, നേരത്തെ പറഞ്ഞ അതേ ആക്ഷൻ അല്ലേ. സോ ഇൻക്രീസ്ഡ് ലൈസിസ് ഓർ ഇൻക്രീസ്ഡ് ലൈസിസ് മീൻസ് വാട്ട്, ബ്രേക്ക് ഡൗൺ. നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ കാറ്റക്കോളമീൻസ് അതേ ആക്ഷൻ അല്ലേ. ലൈസിസ് ഓഫ് lipids and proteins and വേറെയും കൊടുത്തിട്ടുണ്ട് decreased or inhibit cellular uptake and utilization of amino acids. Amino acids അവിടെ ബ്ലഡിൽ എപ്പോഴും അവൈലബിൾ ആക്കി വെക്കും, സോ ദാറ്റ് വി ക്യാൻ യൂസ് ദം. സോ നമ്മുടെ സെല്ല് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ഇത് ചെയ്യും, സ്റ്റോർ ചെയ്യും, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നും NCERT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ പോയിന്റും NCERT നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് ആൾസോ ഇതിൽ നമുക്ക് കോർട്ടിസോളിന്റെ സ്പെസിഫിക് ആയിട്ട് NCERT പറഞ്ഞത്, cortisol is involved in maintaining the cardiovascular system. So maintaining cardiovascular system as well as kidney function എന്ന് കൊടുത്തിട്ടുണ്ട്, kidney function. So cardiovascular system അതേപോലെ തന്നെ കിഡ്നി ഫംഗ്ഷനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ കോർട്ടിസോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ this is involved in very important, എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്, this is involved in anti-inflammatory reactions. And this also suppresses the immune response. നമുക്കൊരു എമർജൻസി ആയിട്ട് നമ്മളെ ബോഡി ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു ആഘാതം നമുക്ക് താങ്ങാൻ പറ്റുന്നത് ഒന്ന് ഈ അഡ്രിനാലിൻ അതേപോലെ ഈ കോർട്ടിസോളിൻ്റെ ഒക്കെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് പറയാറുണ്ട് കേട്ടോ. നമുക്ക് ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് നമുക്കൊരു അടി അങ്ങോട്ട് കിട്ടി വിചാരിക്കുക അല്ലെ, നമുക്കൊരു കിളി പോയൊരു എഫക്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരു കോർട്ടിസോളിൻ്റെ ആക്ഷൻ എന്ന് പറയാറ്. പെട്ടെന്ന് നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീല് ചിലപ്പം വരണമെന്നില്ല, പെയിൻ നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. അതിൻ്റെ ഒക്കെ ആക്ഷൻ ഈ പെട്ടെന്ന് വരുന്ന ഈ ഒരു കോർട്ടിസോളിൻ്റെ ഒക്കെ റിലീസിന്റെ ഫലമായിട്ടാണ്. ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസും സപ്രസസ് ഇമ്മ്യൂൺ റെസ്പോൺസും ഒക്കെയാണ് നമുക്ക് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ കോർട്ടിസോളിന്റെ വേറെയും കുറച്ച് സംഗതികൾ നമ്മൾ നേരത്തെ നമ്മളെ തൈറോയിഡിൽ പറഞ്ഞ പോലെ ദിസ് ആക്ച്വലി stimulates what you know, stimulates RBC production. സോ RBC പ്രൊഡക്ഷനുമായിട്ടും ആർക്ക് റോൾ ഉണ്ട്, നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, നമ്മുടെ കോർട്ടിസോളിന് എസ്പെഷ്യലി റോൾ ഉണ്ട്. ഓക്കെ, in our body cortisol is the main glucocorticoid. Corticoids which regulate the balance of water electrolytes in our body are called mineralocorticoids NCERT പറഞ്ഞതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മിനറലോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇത്രയും പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് മിനറലോകോർട്ടിക്കോയിഡ്സിലേക്ക് കിടക്കാം. മിനറലോകോർട്ടിക്കോയിഡ്സ് മെയിൻലി നമ്മൾ പറഞ്ഞു, മിനറലോകോർട്ടിക്കോയിഡ്സ് യെസ് നമ്മളെ ഏറ്റവും പുറമേ അല്ല അല്ലെ, സോണ ഗ്ലോമർലോസ റിലീസ് ചെയ്യുന്നതാണ്. സോ ഫാസിക്കുലേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. സോ GFR അല്ലെ, ഫാസിക്കുലേറ്റർ റിലീസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. G0 അല്ലെ, ഗ്ലോമർലോസ റിലീസ് ചെയ്യുന്നതാണ് നമ്മളെ മിനറലോകോർട്ടിക്കോയിഡ്. ഇതാണ് നമ്മളെ സെക്സ് സ്റ്റിറോയിഡ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇത് NCERT ഇല്ലെങ്കിൽ ജസ്റ്റ് നോക്കി വെക്കുക. മിനറലോകോർട്ടിക്കോയിഡ്സ് മെയിൻലി നമ്മുടെ ആൽഡോസ്റ്റിറോൺ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ആൽഡോസ്റ്റിറോൺ നമുക്കൊക്കെ അറിയാം, റാസ് മെക്കാനിസം അല്ലെ, നമ്മുടെ ഡിക്രീസ്ഡ് BP, ഡിക്രീസ്ഡ് വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ GFR കുറയുന്ന സമയത്ത് എസ്പെഷ്യലി റെനിൻ വിൽ ബി റിലീസ്ഡ് ബൈ ദ juxtaglomerular apparatus which actually converts angiotensinogen into angiotensin 1. Angiotensin 1 is converted to angiotensin 2 by the action of angiotensin converting enzyme which is released from lungs എന്നാണ് പറയുക. Okay, angiotensin 2 actually has got two role എന്ന് പറയും. Angiotensin 2 has a vasoconstriction effect as well as angiotensin 2 actually stimulate the adrenal cortex to release our mineralocorticoids. What is that mineralocorticoid? That is our aldosterone. Okay, hope you remember ACTH ന്റെ ആക്ഷന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. പക്ഷേ നമ്മളെ ആൻജിയോടെൻസിൻ 2 ന്റെ ആക്ഷന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത് മിനറലോകോർട്ടിക്കോയിഡ് ആയിട്ടുള്ള ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഫൈൻ. Now aldosterone action നമുക്കറിയാം. Aldosterone helps for increased, the main action is increased sodium and water reabsorption especially from renal tubules എന്ന് പറയും, water reabsorption, and also increased excretion
of K plus, increased excretion of K plus and phosphate ions എന്നും NCERT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ aldosterone helps in maintenance of water, body fluid, on osmotic pressure, blood pressure, ഈ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ aldosterone ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതുവഴി നമ്മുടെ ബോഡിയിലെ ബി പി കൂടുന്നു, GFR കൂടുന്നു, അങ്ങനെ ആ ഒരു റാസ് മെക്കാനിസം ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ റെറ്റിക്കുലാരിസ് റിലീസ് ചെയ്യുന്ന നമ്മുടെ സെക്സ് സ്റ്റിറോയിഡ്സ്. ഒന്നുമില്ല, റെറ്റിക്കുലാർ റിലീസ് ചെയ്യുന്ന നമ്മൾ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സുകളുണ്ട്. സോ നമ്മുടെ സോണ റെറ്റിക്കുലാരിസ് റിലീസ് ചെയ്യുന്ന ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. ഓക്കെ, ഇതിന്റെ റോൾ ആൻഡ് സെക്സ് സ്റ്റിറോയിഡ്സ് ആയതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഓർ ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർ, സോ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ, പിന്നെ നമ്മുടെ പ്യൂബിക് ഹെയർ, പിന്നെ ഫേഷ്യൽ ഹെയർ. അപ്പോൾ ഹെയറുമായിട്ടുള്ള കളികളാണ് അല്ലേ ഡ്യൂറിങ് ഏതാ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് സെക്ഷൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഈ ഹെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റിറോയിഡ്സുകളാണ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. മെയിൻ സെക്സ് സ്റ്റിറോയിഡ്സ് ഓർ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ ഇവരല്ല, അത് നമ്മൾ ഗൊണാഡ്സുകളാണ്, അത് നമ്മൾ പഠിക്കും. ഓക്കെ, പാൻക്രിയാസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? സോ thereby we come to the end of what നമ്മുടെ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, ഇതിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് നമുക്ക് കോർട്ടിസോൾ എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷേ ആക്ച്വലി കോർട്ടിക്കോസ്റ്റിറോൺ, കോർട്ടിസോൺ ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു ലൈഫ് പ്രൊട്ടക്റ്റിംഗ് ഹോർമോൺ ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഈ കോർട്ടിസോളിന്റെ അത്രയും നമുക്കൊരു റോളുള്ള ആളുകളാണ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് അവർ കോർട്ടിസോൾ ഓർ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ adrenal gland. Next we have to discuss the important nothing other than our pancreas. ഞാൻ പച്ചോണ്ട് എഴുതാല്ലേ, that is very okay. pancreas നമുക്കറിയാം, pancreas ഒരു മിക്സഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഗ്ലാൻഡ് ഓർ കോമ്പൗണ്ട് ഗ്ലാൻഡ് എന്നൊക്കെ നമ്മൾ പാൻക്രിയാസിനെ വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ബിക്കോസ് പാൻക്രിയാസ് ഹാസ് ഗോട്ട് ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ പോർഷൻ. സോ എക്സോക്രൈൻ പോർഷൻ അഥവാ നമ്മുടെ എൻസൈം റിലീസിംഗ് പോർഷൻ ഓഫ് പാൻക്രിയാസ് ഈസ് ആൾസോ കാൾഡ് അസിനാർ സെൽസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് അസിനൈ എന്ന് പറയാറുണ്ട്. പാൻക്രിയാറ്റിക് അസിനൈ. ആൻഡ് എൻഡോക്രൈൻ പോർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എൻഡോക്രൈൻ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഹോർമോൺ പ്രൊഡ്യൂസിംഗ് പോർഷൻ ആണ്. ദാറ്റ് ഈസ് കാൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയാറുണ്ട്. എന്താണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്? സോ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യം. ആൻഡ് വാട്ട് ഈസ് യുവർ ഐഡിയ? ഈ എക്സോക്രൈൻ പോർഷൻ ആണോ എൻഡോക്രൈൻ പോർഷൻ ആണോ കൂടുതൽ കാണുന്നത്? അക്കോർഡിംഗ് ടു NCERT, ദിസ് എൻഡോക്രൈൻ പോർഷൻ അക്കൗണ്ട്സ് ഓൺലി അബൌട്ട് 1 to 2% of pancreatic tissue. സോ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ 1 to 2% ഉണ്ടെങ്കിൽ ഇത് 1 to 2 മില്യൺ സെൽസുകൾ ഉണ്ട് എന്നാണ് പറയുക. ഓക്കെ, 1 to 2 മില്യൺ സെല്ലുകൾ ഉണ്ട് എന്നും NCERT കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2 ടൈപ്പ് ഓഫ് സെല്ലുകൾ നമുക്ക് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിൽ കാണാൻ പറ്റും. ആ 2 ടൈപ്പ് ഓഫ് സെല്ല്, ഒന്ന് ആൽഫ സെൽസ് ആണ്. ആൽഫ സെൽസ് ഇത് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂക്കോഗോൺ ആണ്. സോ ആൽഫ സെൽസ് റിലീസ് ഗ്ലൂക്കോഗോൺ ആൻഡ് അവർ ബീറ്റാ സെൽസ് റിലീസ് beta cells release insulin. Okay, so what we have to know is about this insulin and glucagon, because our chapter is about ഇത് നമ്മൾ enzyme releasing portion, ഇത് നമ്മൾ digestionൽ പഠിച്ചതാണ് അല്ലേ. pancreatic different enzymes, pancreatic juice release ചെയ്യുന്ന എൻസൈമുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. So first we have to discuss about what glucagon and insulin. Okay, so glucagon and insulin. Firstly, let's discuss about glucagon. So glucagon, as the name suggests, glucose നെ കൂട്ടുന്ന ആളാണ് ആക്ച്വലി glucagon. So glucagon നമ്മൾ സാധാരണ പറയും glucagon is hyperglycemic hormone ആണ് എന്ന് പറയും. Simply hyperglycemic is very important. Hyperglycemic എന്ന് പറയുന്നത് increased blood glucose, ബ്ലഡിലെ ഗ്ലൂക്കോസിനെ ഒരുപാട് കൂട്ടുന്ന ആളാണ്. അതിന് ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. ഹൗ the blood glucose is increased എന്നുള്ളതിന് ഒരുപാട് മെക്കാനിസം ഉണ്ട്. ഒന്ന് നമ്മുടെ സ്റ്റിമുലേറ്റ് നമുക്ക് ഗ്ലൂക്കോസിനെ ബ്ലഡിൽ അവൈലബിൾ ആക്കണം. സോ സ്റ്റിമുലേറ്റ് ദ ഗ്ലൈക്കോജനോലൈസിസ്. ഗ്ലൈക്കോജനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു പോളിമർ ആണ്. അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും അല്ലേ. സോ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് പുതിയ ഗ്ലൂക്കോസിനെ ഫോം ചെയ്യുന്നതിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഗ്ലൂക്കോനിയോജെനിസിസ്. ഓക്കെ, ഗ്ലൂക്കോനിയോജെനിസിസ്. ആൻഡ് ആൾസോ എന്തിനായിരിക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നത്? നമുക്ക് ബ്ലഡിൽ ഒരുപാട്
ബ്ലഡിൽ നമുക്ക് ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്തണം അല്ലേ. സോ നമ്മൾ ഈ സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ എടുക്കുന്നതിന് നമുക്ക് അവോയ്ഡ് ചെയ്യണം അല്ലേ. സോ ഡിക്രീസ് glucose uptake. So decrease glucose uptake and utilization by cells. Okay, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡിൽ ഗ്ലൂക്കോസിനെ എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആക്കി നിർത്താം. സോ ഇതാണ് ആരുടെ ആക്ഷൻ? ഗ്ലൂക്കഗോണിന്റെ ആക്ഷൻ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇൻസുലിൻ ആണ്. സോ ഇൻസുലിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇൻസുലിൻ നമ്മൾ പറയും ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആണ്. ഇൻസുലിൻ ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ് എന്ന് പറയും. ഇൻസുലിൻ ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഈ ഹൈപ്പോഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കണ്ടന്റിനെ കുറക്കുന്നു. സോ ഡിക്രീസ്ഡ് ബ്ലഡ്, അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഒന്ന് സ്റ്റിമുലേറ്റ് എന്താണെന്നറിയോ? ഗ്ലൂക്കോസിനെ കുറക്കണം. സോ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോസ് മോളിക്യൂളുകളെല്ലാം അടുക്കി പെറുക്കിയിട്ട് അതിനെ അങ്ങോട്ട് പോളിമറൈസ് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. സോ ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറഞ്ഞില്ലേ? സോ ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജനിസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ഏത് നമ്മുടെ ഗ്ലൂക്കോസ് ഇൻടു ഗ്ലൈക്കോജൻ. ഈ കാര്യം ചെയ്യുന്നതും നമ്മുടെ ഇൻസുലിൻ ആണ്. ആൻഡ് വാട്ട് യു നോ, increases glucose uptake from ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഒഴിവാക്കണം. ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ എങ്ങോട്ടേക്കാ സ്റ്റോർ ചെയ്യുക? നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സ്, നമ്മുടെ ലിവറിലും സ്റ്റോർ ചെയ്യും ഹെപ്പറ്റോസൈറ്റ്സ്, ആസ് വെൽ ആസ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാറ്റ് സ്റ്റോറേജ് ആയിട്ടുള്ള അല്ലേ, ഇതിലേക്ക്. സോ ലിവറിലും അഡിപ്പോസൈറ്റ്സിലേക്കും ഇതിനെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യപ്പെടും. സോ അതായത് ഇതിനെ അപ്ടേക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. സോ ബ്ലഡിൽ കുറഞ്ഞില്ലേ? സോ ബ്ലഡിൽ കുറക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ പണി. അതേപോലെ തന്നെ വേറെയും കുറെ പരിപാടികളുണ്ട്. നമ്മുടെ this actually rapid movement of glucose from blood to hepatocytes, adipocytes, പിന്നെ ഗ്ലൂക്കോസ് അപ്ടേക്ക് by the cells നെ കൂട്ടി ഗ്ലൂക്കോസ് അപ്ടേക്ക് from the blood into the hepatocytes, അതൊക്കെ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലൂക്കോസിനെ നമുക്ക് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ചെടി കൊടുത്തിട്ടില്ല നേരത്തെ നമ്മൾ ഓക്കെ, ഗ്ലൂക്കോസിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സ് നമ്മൾ ലിപ്പോജെനിസിസ് എന്നൊക്കെ പറയും കേട്ടോ. ലിപ്പോജെനിസിസ് ഈ പരിപാടികളൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലെ. ലിപ്പിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കുറഞ്ഞില്ലേ? ഇത്രയും കാര്യങ്ങളും ഇൻസുലിനും ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇൻസുലിൻ സ്റ്റിമുലേറ്റ് ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു ഗ്ലൈക്കോജെനിസിസ്. സോ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജെനിസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂക്കോസ് ഹീമോസ്റ്റാസിസ് മെയിൻറ്റെയിൻഡ് ബൈ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഈ ഗ്ലൂക്കഗോണും ഇൻസുലിനും കാരണമാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഇനി ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറക്കുന്ന ആളാണ്. പക്ഷേ ഇതൊരു സിറ്റുവേഷൻ നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാറുണ്ട്. ഈ ഡയബറ്റിസ് മെലിറ്റസ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് നമ്മുടെ സാധാരണ ഡയബറ്റിസ് മെലിറ്റസ് നമ്മുടെ ഇൻസുലിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടെന്ന് പറയാറുണ്ട്. സോ ഇൻസുലിൻ കുറഞ്ഞ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻസുലിന്റെ ആക്ഷൻ കാര്യമായിട്ട് നടക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസിനെ ട്രീറ്റ് ചെയ്യാൻ ഇൻസുലിൻ എക്സ്ട്രാ കൊടുക്കാറുണ്ട്. ഇൻസുലിന്റെ ആക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ഗ്ലൂക്കോസ് കുറയില്ല, ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. സോ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് കാൾഡ് ഹൈപ്പർഗ്ലൈസീമിയ ആയിരിക്കും. ഷുഗർ എന്നുള്ള അവസ്ഥ ആയിരിക്കും അല്ലേ. സോ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഗ്ലൂക്കോസിനെ കുറയ്ക്കാനുള്ള ഓറലി കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്തു നോക്കും. പിന്നീട് നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻസുലിൻ കുത്തിവെക്കുന്ന പരിപാടിയാണ്. ഇതിൽ ആക്ച്വലി ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഡയബറ്റീസ് ഉണ്ട്. യൂഷ്വലി നമ്മളെ ഓൾഡ് ഏജ് ഇൻഡിവിജ്വൽസിനെ നമുക്ക് സാധാരണ കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇതിന്റെ ഡിഫറൻസ് ഒക്കെ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, വാട്ട് എവർ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കിഡ്നിയിലേക്ക് പോകുന്ന ഈ ബ്ലഡിലും ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാകും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ, അഫറന്റ് ആർട്ടീരിയോൾ, ഇഫറന്റ് ആർട്ടീരിയോൾ, ഇവിടുന്ന് എല്ലാവരും താഴേക്ക് വരും. കാരണം അവിടെ ഒരു അൾട്രാ ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെ താഴേക്ക് വരും. പക്ഷേ ഈ PCTയിൽ നിന്ന് എല്ലാവരെയും തിരിച്ചെടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിക്കവാറും 70 to 80% ഇലക്ട്രോലൈറ്റ്സിനെയും എല്ലാ ന്യൂട്രിയൻസിനെയും നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഗ്ലൂക്കോസും നമ്മൾ തിരിച്ചെടുക്കും, ബ്ലഡിലേക്ക് തന്നെ തിരിച്ചെടുക്കും. പക്ഷേ ഈ എക്സ്ട്രാ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വിടുകയാണ്. പക്ഷേ ഇവിടെ ഗ്ലൂക്കോസിനെ നമ്മൾ തിരിച്ചെടുക്കും എല്ലാത്തിനെങ്കിലും അതിനൊരു ത്രഷ് ഹോൾഡ് ഉണ്ട്. ബ്ലഡിൽ ആൾറെഡി ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ കുറെ ഗ്ലൂക്കോസ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കുറെ ഗ്ലൂക്കോസ് എടുത്ത് നമ്മുടെ ബ്ലഡ് മതിയാവും. അപ്പൊ ഗ്ലൂക്കോസിനോട് പറയും നീ കുറച്ച് യൂറിനിലൂടെയും പാസ് ചെയ്ത് പോയിക്കോ എന്ന് പറയും. സോ യൂറിനിൽ ഗ്ലൂക്കോസ് ചിലപ്പോൾ കാണാം. അങ്ങനത്തെ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേര് നമ്മൾ സാധാരണ
ഗ്ലൈക്കോസൂറിയ എന്ന് പറയും. എന്താണ് ഗ്ലൈക്കോസൂറിയ? സോ ഗ്ലൈക്കോസൂറിയ ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ആൻഡ് ഈ ഗ്ലൂക്കോസ് കൂടി ഹയർ സ്റ്റേജിൽ കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞൊരു ബോഡീസ് നമ്മൾ യൂറിനിൽ കാണാം. That is called ketonuria. This indicates a higher stage of diabetes mellitus. Even this can lead to a condition, dangerous condition, which is called diabetic coma, diabetic ketoacidosis എന്നൊക്കെ പറഞ്ഞ dangerous situation. Even the patient may be put into the ICU കെയറിലൊക്കെ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് കീറ്റോണൂറിയ പോകാറുണ്ട്. സോ ആദ്യം ഗ്ലൈക്കോസൂറിയ വരും, ഓക്കെ, പിന്നെ കീറ്റോണൂറിയ വരും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസ് സക്സസ്ഫുള്ളി ട്രീറ്റ് വിത്ത് ഇൻസുലിൻ തെറാപ്പി എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ഡയബറ്റീസ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ ആണ് സാധാരണ നമ്മൾ കൊടുക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാൻക്രിയാസുമായിട്ട് റിലേറ്റഡ് ചെയ്ത് പറയാനുള്ളത്. നമ്മൾ NCERT-ൽ നമ്മുടെ ഈ ഒരു നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡുമായിട്ടൊരു പുതിയ അഡീഷൻ NCERT-ൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് അഡിസൺസ് ഡിസീസ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പോ അഡ്രിനാലിസ് ആണ്. ഡിക്രീസ്ഡ്, നമ്മൾ സാധാരണ പറയും അഡ്രിനൽ ഗ്ലാൻഡ്, അതായത് നമ്മുടെ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ ഡിക്രീസ്ഡ് അഡ്രിനൽ ഗ്ലാൻഡ്, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, which leads to altered carbohydrate metabolism which result in acute weakness and fatigueness എന്നാണ് NCERT കൊടുത്തത്. ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഈ ഒരു നമ്മളെ അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും കുറയും, അതേപോലെ തന്നെ നമ്മളെ മിനറലോ കോർട്ടിക്കോയിഡും കുറയും. ഓക്കെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡും മിനറലോ കോർട്ടിക്കോയിഡും ഒക്കെ കുറയും. അത് കുറയുന്ന സമയത്ത് നമുക്കറിയാം ഇത് നമ്മൾ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ആക്ഷന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് നമ്മൾ ബ്ലഡിൽ കൂടിയിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കുറയുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയും. സോ ഹൈപ്പോഗ്ലൈസീമിയ ഈസ് ദ റിസൾട്ട്. അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ? ഹൈപ്പോഗ്ലൈസീമിയ ഈസ് ദ റിസൾട്ട് ഓഫ് അഡിസൺസ് ഡിസീസ്. അതൊരു അപ്ലൈഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ ദിസ് പേഷ്യന്റ് ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന കണ്ടീഷനാണ്. ഓക്കെ, ഇതാണ് അഡിസൺസ് ഡിസീസ്. ഇത് മാത്രമേ NCERT കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അത് നോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. കുഷിങ്സ് സിൻഡ്രോം എന്ന് പറയും. കുഷിങ്സ് സിൻഡ്രോം ഓർ കുഷിങ്സ് ഡിസീസ്. കുഷിങ്സ് ഡിസീസ് ഓർ കുഷിങ്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഇൻക്രീസ്ഡ് ആണ്. ഹൈപ്പർ സെക്രീഷൻ or increased secretion of adrenal or especially നമ്മൾ glucocorticoids അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് അഡ്രിനൽ ഹോർമോൺസ് എന്ന് പറയാം അല്ലേ? അഡ്രിനൽ കോർട്ടിക്കൽ ഹോർമോൺസ്, എസ്പെഷ്യലി അഡ്രിനൽ കോർട്ടിക്കൽ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറൽ കോർട്ടിക്കോയിഡ്സ്. മെയിൻലി നമുക്കത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് മെയിൻലി ഉണ്ടാവുക. കുഷിങ്സ്, മൂൺ ലൈക്ക് ഫേസസ് ഒക്കെയാണ് ഇതിലെ കണ്ടീഷൻ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കോൺസ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ, കോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞാലും അത് ഇൻക്രീസ്ഡ് ഇതാണ്. നമുക്ക് ആവശ്യമില്ല ഈ കുഷിങ്സ്, നമുക്ക് ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. നമുക്ക് ആവശ്യം അഡിസൺസ് ആണ്, കുറയുന്ന കണ്ടീഷനാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ബ്ലഡിൽ കുറയും. സോ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാം. ദാറ്റ് ഈസ് ദ പോയിന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അപ് ടു അവർ പാൻക്രിയാസ്. ഈ നമുക്കറിയാം ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിഡസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? രണ്ടിലും ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? ഡയബറ്റിസ് ഇൻസിപ്പിഡസിലും ഡയബറ്റിസ് മെലിറ്റസിലും കോമൺ ആയിട്ട് നമുക്കുള്ളത് പോളിയൂറിയയാണ്. പോളിയൂറിയ എന്ന് വെച്ചാൽ ഒരുപാട് മൂത്രം ഒഴിക്കൽ തന്നെ ഒരു പരിപാടിയാണ്. ഡയബറ്റിസ് മെലിറ്റസിലും പോളിയൂറിയ ഉണ്ട് കേട്ടോ. എപ്പോഴും പോളിയൂറിയ ഉണ്ട്. പക്ഷേ പോളിയൂറിയ എന്ന് പറയുമ്പോൾ ഒരുപാട് മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡയബറ്റിസ് മെലിറ്റസിന്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഗ്ലൈക്കോസൂറിയ ഉണ്ട്, ഇതിൻ്റെ ഒപ്പം ഗ്ലൈക്കോസൂറിയ ഉണ്ട്. കാരണം യൂറിനിൽ വെള്ളം മാത്രമല്ല ഗ്ലൂക്കോസ് പോകുന്നുണ്ട്. ഈവൻ കീറ്റോണൂറിയ ഉണ്ട്. പ്ലസ് അഡീഷണൽ സിംറ്റംസ് ഓഫ് ദ പേഷ്യന്റ് എന്തെന്നൊക്കെ അറിയോ? പോളിഡിപ്സിയ, നമ്മൾ പേഷ്യൻ്റ് എപ്പോഴും ദാഹം ഉണ്ടാകും. പോളിഫേജിയ, എപ്പോഴും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെയാണ് പേഷ്യൻ്റ്. പക്ഷെ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പേഷ്യൻ്റ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂത്രയിച്ചുകൊണ്ടിരിക്കും. വെള്ളം മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ഇതിൽ വെള്ളം മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഗ്ലൂക്കോസും പോകുന്നുണ്ടാവും. ഓക്കെ, അതൊരു ചെറിയൊരു അപ്ലിക്കേഷൻ കിടക്കട്ടെ. ഡയബറ്റിസ് മെലിറ്റസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഇത്രയും മതി. So next we have to discuss about our gonads, that is testis and ovary.